കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടകരുടെ വരവ് ക്രമീകരിക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കും. സ്പോട്ട് ബുക്കിംഗ് ദുരുപയോഗം ചെയ്യാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മിഥുൻ മുരളിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ ശബരിമലയിലേക്ക് കാനനപാതയിലൂടെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് പ്രതിദിനം കടന്നു പോകുന്നത്. ഒന്ന് എരിമേലി വഴിയുള്ള കാനനപാത, പരമ്പരാഗത പാത. മറ്റൊന്ന് നമുക്കറിയാം ഇടുക്കി വണ്ടിപ്പെരിയാർ വഴി പുല്ലുമേട് കടന്ന് ശബരിമല സന്നിധാനത്തേക്ക് നേരിട്ടെത്തുന്ന പാത. ഇപ്പോൾ ഈ മുക്കുഴിയിലും മറ്റും സ്പോട്ട് ബുക്കിംഗ് ആരംഭിച്ചതായി പറയുന്നു. മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ കാനനപാതയിലൂടെയുള്ള തീർത്ഥാടനം ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എടുത്തിട്ടുള്ളത്? ഗൗതം, ഇന്ന് എരുമേലിയിൽ ഒരു അവലോകന യോഗം ചേർന്നു. മണ്ഡലകാലം തുടങ്ങി 13 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് എരുമേലിയിൽ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേരുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ, ശബരിമല ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി എസ് ശ്രീജിത്ത്, മറ്റ് ദേവസ്വം ഭാരവാഹികൾ, ദേവസ്വം മന്ത്രി വി എൻ വാസവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഈ കാനനപാത വഴി എത്തുന്ന ആളുകളുടെ തീർത്ഥാടന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവലോകനം ചർച്ച ഇന്ന് നടന്നത്. അതിലാണ് മുക്കുഴിയിൽ ഒരു സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം തുറക്കാൻ തീരുമാനമായത്. മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം തുറന്ന് 500 ഭക്തർക്ക് ഇതുവഴി സ്പോട്ട് ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ, അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ ഈ കാനനപാത വഴി എത്തുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാനാണ് തീരുമാനം. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക, ഒപ്പം തന്നെ ഈ കാനനപാത വഴിയുള്ള സഞ്ചാരം പ്രത്യേക സമയത്തിൽ മാത്രം ആക്കുക. അതിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമ്പോൾ അവരെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കി നിലനിർത്തുക. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാനനപാത വഴിയുള്ള ദർശനത്തിന് ശബരിമല തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും 500 ഭക്തജനങ്ങൾക്ക് മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ നിന്നും സ്പോട്ട് ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്താൻ സാധിക്കും. പക്ഷേ അതിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയാൽ പലയിടങ്ങളിലും കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ചേർന്നിരിക്കുന്ന അവലോകന യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് പോലീസ് ഉന്നതാധികാരികളും അറിയിക്കുന്നത്. കൃത്യമായി തന്നെ സ്പോട്ട് ബുക്കിംഗ് ചെയ്തവർക്ക് മാത്രം മല കയറുന്നതിനുള്ള സൌകര്യം, കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയാൽ ഈ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഒപ്പം ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ ഭക്തജനങ്ങൾ എത്താനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്നുള്ള അറിയിപ്പും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉണ്ടാകുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗ് എടുത്ത് ദിവസം തെറ്റിയെത്തുന്ന ധാരാളം ഭക്തജനങ്ങൾക്കുണ്ട്. ഇവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മല കയറുന്നതിനുള്ള അനുവാദം നൽകി. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഭക്തജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുവാദം ഉണ്ടാവുകയില്ല. പിന്നീട് സ്പോട്ട് ബുക്കിംഗ് സൌകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം ദിവസം തെറ്റിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് മല കയറുന്നതിനുള്ള സൌകര്യം ഉണ്ടാകൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് എരുമേലിയിൽ ചേർന്നിരിക്കുന്ന അവലോകന യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കൂടുതൽ ഭക്തജനങ്ങൾ കാനനപാത വഴി എത്തുമ്പോൾ അവർക്കും ഇനി കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് ചേർന്നിരിക്കുന്ന അവലോകന യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് തീരുമാനങ്ങൾ, എരുമേലിയിൽ ഈ സിന്തറ്റിക് കുങ്കുമം അടക്കമുള്ള വിൽപ്പനകൾ നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന എരുമേലിയിലും പരിസര ഭാഗങ്ങളിലെല്ലാം ഉണ്ടാകും. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത്. എന്തായാലും വൈകി അവലോകന യോഗങ്ങൾ നടക്കുന്നു. ആ അവലോകന യോഗങ്ങളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകുന്നു. ഗൗതം. ഓക്കെ മിഥുൻ, ശബരിമല തീർത്ഥാടനം ആരംഭിച്ച് ഏതാണ്ട് 1.5 ആഴ്ച പിന്നിടുന്ന ഘട്ടത്തിലാണ് ഈ കാനനപാതയിലൂടെയുള്ള അയ്യപ്പന്മാരുടെ സുഗമമായ യാത്ര ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അവലോകന യോഗങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ ഇപ്പോൾ കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ വരവ് ക്രമീകരിക്കാൻ ചില ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. മുക്കുഴിയിൽ ഇതിൻ്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ഈ അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. മിഥുൻ മുരളിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എരുമേലിയിൽ നിന്നും ചേർന്നത്.